बोला और उस झूठ का सहारा लेकर तुमने पाकिस्तान में तीरंदाजी की, तुमने 6 जगहों पर निहत्थे शहरियों पर हमला किया। उसका तुमने दंदान शकन जवाब तो देख लिया, लेकिन याद रखो नरेंद्र मोदी, तुम्हारे पास अभी हमारा हिसाब रहता है, अभी तुमसे हिसाब हमारा लेना बाकी है। ये तो सिर्फ നരേന്ദ്രമോദി നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് പാകിസ്ഥാൻ അവരാ നാട് തന്നെ ഇല്ലാതാക്കിയ ആ ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പൊ നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരമാണ് ഈ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നത്. നരേന്ദ്രമോദി യാതൊരക്കോ ഞങ്ങളുടെ ആ ഒരു കണക്കിൽ കുറച്ച് ബാക്കിയാണ് ഈ വിഷയം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും അവർ ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ള ആ ഒരു സൂചനയാണ് ഈ ഒരു പ്രതിരോധ മന്ത്രിയുടെ ആ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബാക്കി കേൾക്കാം. तुम्हारी ठा ठूस की उसकी जवाबी कार्रवाई थी, अब तुम तैयार रहना। हमने पहले तुम्हें बता दिया था कि जिस जंग में तुम हाथ डाल रहे हो, ये जंग फिर सिर्फ मिसाइल और पटाखों तक नहीं रहेगी, ये फिर एटमी जंग बन सकती है और इस दुनिया का अमन तुम बर्बाद करने पर तुले हुए हो। इसकी जिम्मेदार तुम हो। तुम बिहार का इलेक्शन जीतना चाहते थे, वो भी हार गए हो, वो भी हार रहे हो। तुम इंडिया के अवाम का एतमाद लेना चाहते थे, वो भी हार चुके। तुम्हारी अपनी फौज का मोराल गिर चुका है, तुम्हारी एयरफोर्स का मोराल गिर चुका है। तुम्हारे तैयारों की तरह, तुम्हारे ईमान की तरह, तुम्हारे इरादों की तरह, तुम्हारे जज्बों की तरह तुम्हारी सरकार मलिया मेट है। और याद रखो, तुम इंडियन फिल्मों की जितनी भी चरबा उठा लो और उसको अपनी सरकार में तुम अप्लाई करो, उससे तुम्हारे हाथ कुछ नहीं आने वाला। शर्मिंदगी तुम्हारा मुकद्दर है, रुसवाई तुम्हारा मुकद्दर है, पसपाई तुम्हारा मुकद्दर है। तुम जिन लोगों से तुमने पंगा लिया है, जिस कौम से, उनकी तारीख है 1965 की लड़ाई, उनकी तारीख है तुम्हारे पुलवामा का वाकया। अभिनंदन को तो हमने चाय पिला के भेजा था, इस बार तुम्हें चाय में उबाल के इंशाल्लाह वापस भेजेंगे। और ये भी याद रखो कि पाकिस्तानी अवाम जंग वंग से नहीं डरते, वो जंग के शौक में उतावले होकर बैठे हैं कि किस दिन तुम आओगे और तुम्हारा तिया पांचा कर देंगे। बनाओ फिल्म, कोई नई फिल्म बनाओ। പറയുന്ന വാക്കുകൾ കേട്ടോ. ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള പറയുന്നത്, ഞാൻ അതിന്റെ ആ ഒരു ചെറിയ ആ ഒരു കാര്യങ്ങൾ എടുത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള ഒരു ഫിലിം ഉണ്ടാക്കുകയാണെന്നാണ് വെച്ചാൽ ഒരു സിനിമ അങ്ങനെയാണ് ആ ഭാഷയുടെ ആ ഒരു രീതി. നമ്മൾ പറയില്ലേ ഒരു നാടകം കെട്ടിപ്പടുക്കുകയാണ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു സിനിമ, ആ ഒരു സിനിമയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ രൂപത്തിലുള്ള സ്റ്റോറിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ അവർ തെറ്റുകാരല്ല എന്നുള്ള ഒരു സൂചനയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ തെറ്റുകാർ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ വേദനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ മറ്റേ ആണവായുധം ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയിലുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കുമെന്ന് ഇവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. സിന്ധു നദി ജല ആ ഒരു ബന്ധാക്കിയപ്പോൾ ആ വെള്ളം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പറയുന്ന ആണവായുധം ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കി ആ ചോര ഞങ്ങൾ ആ സിന്ധു നദിയിലൂടെ ഒഴുക്കുമെന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇവർക്ക് പൊള്ളേണ്ട ആവശ്യം? ഇവർക്ക് അങ്ങനെ പൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ഇവരങ്ങനെ തെറ്റ് കുറ്റം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ബീഹാർ ഇലക്ഷൻ ആയാലും അതല്ലെങ്കിൽ ഈ ഗുജറാത്ത് ഇലക്ഷൻ ആയാലും ഇവർക്ക് എന്താണ് കാര്യം? അപ്പൊ അതിൽ ഇവർ ഇന്ത്യയിൽ തന്നെ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ വലിയ രൂപത്തിലുള്ള ഒരു നാടക രംഗമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഒരു നാടകമാണ് എന്നൊക്കെയാണ് ഈ പ്രതിരോധ മന്ത്രി, പാകിസ്ഥാന്റെ ഈ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നത്. അപ്പോ ഇവിടെ വലിയ രൂപത്തിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ചിത്രത്തിന്റെ ആവശ്യം എന്താ? അപ്പോൾ പെഹൽഗാമിൽ മരണപ്പെട്ട ആ വ്യക്തികളൊക്കെ സിനിമയ്ക്ക് വേണ്ടി ആ ഒരു ആക്ടിങ് നടത്തിയ ആളുകളാണോ? ആ 26 പേർ
അവരെ ആക്ടിങ്ങിലൂടെ മരണപ്പെട്ട ആ ഒരു രീതിയാണോ നമ്മൾ കണ്ടത്? അപ്പോൾ ഇവർ ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്തരം വീഡിയോസ് ലോക ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ആണവായുധം ഇന്ത്യയിലേക്ക് വിടുമെന്ന് പറഞ്ഞത്? അപ്പൊ ഇന്ത്യയിലുള്ള ആ ഒരു ജനങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലായ്മ ചെയ്യണം എന്ന് പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് വന്ന ഈ പാകിസ്ഥാനികളുടെ ആ ഒരു ഭീകരമുഖമാണ് നമ്മൾ പെഹൽഗാമിലും അതുപോലെ തന്നെ ഇപ്പോൾ കാശ്മീരിൽ ആ ഒരു ഷെല്ലാക്രമണമോ ഒക്കെ നടന്നത്. അവിടെ ആരെയും തുണിമുക്കി നോക്കിയിട്ടല്ല അവരാരെയും കൊന്നത്. ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ട ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും തുണിമുക്കി നോക്കിയിട്ടല്ല, അവരുടെ ജാതിയും മതവും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഒന്നും ചോദിച്ചിട്ടല്ല അവരെ കൊന്നുകളഞ്ഞത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഇന്ത്യയിലെ ആ ഒരു നല്ല ആ ഒരു ഗവൺമെന്റ്, അതല്ലെങ്കിൽ നല്ല ആ ജനസമ്പർക്കത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു സൗഹൃദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അതുമല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പണ്ട് ആ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തതുപോലെ ഇന്ത്യയിൽ അവർക്ക് ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാനും അവരോടൊപ്പം ചലിക്കുകയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. ഈ വിഷയം, ഇതിന്റെ പിന്നാമ്പുറ ആ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ചോറ് തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് കയറിയതൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം അവർ ബിസിനസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം അവർ ഇവിടെയുള്ള എല്ലാ ചിത്രങ്ങളും അവർ ഒപ്പിയെടുത്ത് എന്ന് പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ട് വന്ന് തമ്പടിക്കാൻ പറ്റിയ രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്ന് അവർ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കാൻ അയൽ രാജ്യമായിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ സഹകരിച്ചതിന്റെ ആ ഒരു ഫലമാണ് പിന്നീട് ബ്രിട്ടീഷ് ആ ഒരു സാമ്രാജ്യമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, അന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ അന്ന് പാകിസ്ഥാൻ ഇല്ല, പാകിസ്ഥാൻ എന്നുള്ള പേരില്ലെങ്കിലും ഇതൊക്കെ ഹിന്ദുസ്ഥാന്റെ ഭാഗമായിരുന്നു. അപ്പോൾ 1947 ശേഷമാണ് ഇന്ത്യ വിഭജനം ഉണ്ടായത്. ഈ പാകിസ്ഥാൻ എന്നുള്ള പേരിൽ മുഹമ്മദ് അലി ജിന്ന അവിടുത്തെ ആ ഒരു മഹാത്മാഗാന്ധിയോളം വലിയ ആ ഒരു ഗാന്ധിപ്പട്ടം അവിടെ ചമയാനുണ്ടായ അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ആ ഒരു രാഷ്ട്രപിതാവാണ്. അപ്പോൾ അതിനുശേഷം അവർക്ക് അവരുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയെ അവർ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടന്നു. അതിന് നമ്മളാരും തെറ്റുകാരല്ല. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ആ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ രാജ്യമായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയിലേക്ക് ഇവർ വരുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ള രീതികളാണ്. പക്ഷേ ഇവരെ ആ ഒരു രാജ്യം വിഭജിച്ചു. അവർക്ക് അവരുടേതായിട്ടുള്ള നിയമവ്യവസ്ഥകളും മറ്റുമൊക്കെ ആ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഈ ഇന്ത്യയിലേക്ക് ഇവർ നുഴഞ്ഞു കയറേണ്ട ആവശ്യം എന്താ? ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വേണമെങ്കിൽ അത് ഗവൺമെന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നുണ്ട്. മറ്റൊരു സംഭവം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവർക്ക് ആ ഒരു വിലപിടിപ്പുള്ള ആ ഒരു സാധനം, ഇവർ ഇഷ്ടപ്പെടുന്ന സാധനമൊന്നും ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഒന്നുമില്ല നമ്മുടെ രാജ്യത്ത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഭീകരാക്രമണത്തിലൂടെ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി നോക്കുന്നത്? അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യം, അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണ സിസ്റ്റങ്ങൾ കൊണ്ടുവരണം. അതിന് പാകിസ്ഥാനും കൂടി ഇന്ത്യയെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആ ഒരു ജനാധിപത്യം തകരുമെന്നുള്ള ചിന്തയാണ് ഇവരുടെ ആ ഉള്ളിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ അതിവിടെ ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല. കാരണം ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഇത് സ്വതന്ത്ര ഭാരതമാണ്, ഇത് മതേതര രാജ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നീക്കങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ ആ ഒരു ജനങ്ങൾ അത് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിക്കാരാണ്. പാകിസ്ഥാനികൾ, പട്ടാണി പച്ചകൾ, ഇവർക്ക് എന്ത് മനസ്സിലാക്കാനാ? ഇവർക്ക് ഒന്നും അറിയില്ല, ബുദ്ധിയില്ലാത്ത കഴുതകളാണ്.